ഹായ്, നാളെ മാർച്ച് 19 നാളെ റിലീസാവുന്ന ആട് 3 എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഇപ്പോൾ വലിയ ശുഭവാർത്തയല്ല വരുന്നത്. സിനിമയ്ക്ക് നാളെ കേരളത്തിൽ വലിയ റിലീസ് ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സിനിമയുടെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. കേരളത്തിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ മാത്രമാണ് ഇപ്പോൾ ബുക്കിങ്ങിലൂടെ നേടാനായിരിക്കുന്നത്. വേൾഡ് വൈഡ് ബുക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അതായത് പ്രതീക്ഷിച്ച ലെവൽ ബുക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മലയാള സിനിമയെ, ഒരു സാധാരണ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുക്കിംഗ് ആണ്. പക്ഷേ വലിയ പ്രതീക്ഷയിൽ വരുന്ന, വലിയ ഹൈപ്പിൽ വരുന്ന ഈ സിനിമയെ സംബന്ധിച്ച് ഒട്ടും മികച്ച ബുക്കിംഗ് അല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രൊമോ വീഡിയോ ആട് 3യുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. സിനിമയ്ക്ക് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക, മാക്സിമം ഹൈപ്പ് കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിച്ചത്. ആ പ്രൊമോ വീഡിയോയിൽ അറയ്ക്കൽ അബൂനെയാണ് കാണിക്കുന്നത്, അതായത് സൈജു കുറുപ്പിനെയാണ് കാണിക്കുന്നത്. പഴയ കണക്ക് തീർക്കാൻ കൈപ്പുഴ കുഞ്ഞപ്പന്റെ തട്ടകത്തിലേക്ക് വാക്കത്തിയുമായി കയറി വരുന്ന നമ്മുടെ അറയ്ക്കൽ അബു. അതിനുശേഷം അറയ്ക്കൽ അബുവിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത്. തീർച്ചയായും പ്രേക്ഷകർ കൈയടിക്കും, പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ആ പ്രൊമോ വീഡിയോ ഇറക്കിവിട്ടത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. പ്രൊമോ വീഡിയോ ആർക്കും ഇഷ്ടമായില്ല. അതായത് ഭൂരിഭാഗം ആൾക്കാർക്കും ആ പ്രൊമോ വീഡിയോ ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെയാണ് ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ്സിലും അതുപോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സിനിമയുടെ ഹൈപ്പ് കയറ്റാൻ വേണ്ടി ഒരു പ്രൊമോ വീഡിയോ ഇറക്കി വിട്ടു, പക്ഷേ സിനിമയുടെ ഹൈപ്പ് കുറയ്ക്കാനാണ് അത് കാരണമായത്. തീർച്ചയായും ഈ ഒരു രംഗം സിനിമയിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് ഈ പ്രൊമോ വീഡിയോസ് അവർ തരുന്നത്. ഇനിയും ഉണ്ടാകും. എന്തായാലും സിനിമയ്ക്ക് മുൻപ് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഹൈപ്പുണ്ട്. പക്ഷേ ആ ഹൈപ്പിനൊത്തുള്ള കളക്ഷനും അതുപോലെ ഇപ്പോൾ വന്ന പ്രൊമോ വീഡിയോയും എത്തിയില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. എന്തായാലും സിനിമ മികച്ച സിനിമയാവട്ടെ, ഗംഭീര അഭിപ്രായം നേടിയെടുക്കട്ടെ. എന്നാൽ മാത്രമേ വലിയ കളക്ഷനിലേക്ക് സിനിമ പോവുകയുള്ളൂ. സിനിമ വലിയ കളക്ഷൻ നേടിയാൽ മാത്രമാണ് തിയേറ്ററുകളിൽ വിജയമാവുകയുള്ളൂ. കാരണം വലിയ ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒരു സിനിമ ഈ പറയുന്ന ആട് 3 ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. അതായത് വലിയ ബഡ്ജറ്റിലുള്ള ഒരു 5 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സിനിമ ആട് 3 ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ കളക്ഷൻ ഈ സിനിമ തിയേറ്ററുകളിൽ നിന്നും നേടേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ എന്താവും എന്ന് കണ്ടു തന്നെ അറിയണം. GCCയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അവിടെ എങ്ങനെ കളക്ഷൻ വരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവിടെ കളക്ഷൻ ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയെ വളരെയേറെ ബാധിക്കും. എന്തായാലും നെഗറ്റീവായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാം പോസിറ്റീവായി നടക്കട്ടെ. സിനിമ വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.